എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ഷാംപൂന് പകരം ഒരു ഹെർബൽ ഷാംപൂ പൗഡർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ സർഫക്റ്റൻ്റായിട്ട് യൂസ് ചെയ്യുന്നതൊക്കെ നോൺ അയോണിക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഷല്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇതിൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സോഡിയം കൊക്കോ എസറ്റിനേറ്റ്. ഞാൻ മിക്കതിലും പറഞ്ഞിട്ടുള്ളത് SSCI പൗഡർ, അതുപോലെ തന്നെ സോപ്പ് നട്ട്, നമ്മുടെ സോപ്പും കായ എന്ന് കേട്ടിട്ടില്ലേ അത്, പിന്നെ ഷിക്കാക്കായ്, അതും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതാണ് മെയിനായിട്ട് നമ്മൾ ഈ സർഫക്റ്റൻ്റ്, അതായത് നമ്മുടെ ഒരു സോപ്പിൻ്റെ എഫക്റ്റ് തരുന്ന സാധനമായിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ ചോളപ്പൊടി അല്ലെങ്കിൽ കോൺ സ്റ്റാർച്ച്, അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയാണ്. നമ്മൾ തലയിലും സ്കാൽപ്പിലൊക്കെ ഇടുമ്പോൾ സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് നമ്മൾ കോൺ സ്റ്റാർച്ച് ഇടുന്നത്. ഇനി നിങ്ങൾക്ക് ഇതില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലമാവായാലും അതൊന്നും കൂടി സ്മൂത്താണ്. പക്ഷേ അരിപ്പൊടി യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. കോൺ സ്റ്റാർച്ച് അല്ലെങ്കിൽ കടലമാവ്, അത് 18 ഗ്രാം. ഇനി അടുത്തത് നമ്മൾ ഇടാൻ പോകുന്നത് സോപ്പ് നട്ടിൻ്റെ, സോപ്പും കായയുടെ പൗഡർ. ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും ഓൺലൈൻ. ഇനിയിപ്പോൾ അതില്ല എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും, ഇപ്പോൾ മുരിങ്ങയില പൊടിച്ചത്, മുരിങ്ങയില ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, മറ്റേ കറി ലീവ്സിൻ്റെ ഇല പൊടിച്ചത്, എന്താണോ ഹെയറിന് നല്ലതെന്ന് തോന്നുന്നത് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് പക്ഷേ സോപ്പിൻ്റെ എഫക്റ്റ് തരുന്നൊരു ഉലുവ പൗഡർ നല്ലതാണ്. അപ്പോൾ സോപ്പ് നട്ടിന് പകരം നിങ്ങൾക്ക് ഉലുവ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സോപ്പ് നട്ട് പൗഡർ 22 ഗ്രാം. ഇനി അടുത്തത് നമുക്ക് ഇൻഡിഗോ അല്ലെങ്കിൽ നീലാമരിയുടെ പൗഡർ. ഇത് നമുക്ക് മുടി സ്ട്രെങ്തൺ ചെയ്യാനും അതുപോലെ ഡാൻഡ്രഫ് കളയാനും ഹെയർ ലോസ് കുറയ്ക്കാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, വാഷ് ചെയ്ത് കളയുന്നേ ഉള്ളൂ. എന്നാലും കെമിക്കലൊന്നും ഇല്ലാത്തൊരു സാധനമായതുകൊണ്ട് ഇത് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അത് ഇൻഡിഗോ പൗഡർ. ഇനി ഷിക്കാക്കായ് പൗഡർ 11 ഗ്രാം. അതൊരു കണ്ടീഷനിങ് എഫക്റ്റ് തരുന്നൊരു സാധനമാണ്. പിന്നെ വേണ്ടത് മുരിങ്ങയുടെ ഇലയുടെ പൗഡർ, അതൊരു 15 ഗ്രാം. പിന്നെ നമുക്ക് വേണ്ടത് യോഗേർട്ട് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതുപോലെ തന്നെ കണ്ടീഷനിങ് കൊടുക്കുന്ന, നമ്മുടെ മുടീനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നൊരു സാധനമാണ്. അത് ഒരു 3 ഗ്രാം വേണം. പിന്നെ നമുക്ക് സാന്താൻകം, അതും സ്പ്രെഡ് ചെയ്യാനായിട്ട്, നമുക്ക് മുടിക്ക് സ്പ്രെഡ് ചെയ്യാൻ, അതുപോലെ തന്നെ മുടി സോഫ്റ്റൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സാന്താൻകം. അതൊരു 3 ഗ്രാം. ഇനി ഇതിൽ നമുക്ക് കോക്കനട്ട് ഓയിൽ ഒരു 2 ഗ്രാം. പിന്നെ ഞാനിതിൽ മണത്തിന് വേണ്ടി വാഷ് ചെയ്ത് കളയുന്ന സാധനമല്ലേ, നമ്മൾ അല്ലാതെ വേറെ തലയിൽ വെക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഫ്രാഗ്രൻസ് ഓയിൽ യൂസ് ചെയ്യാം. ഞാൻ പക്ഷേ ലാങ്കിയില്ലേ നമ്മുടെ, അതിൻ്റെ ഇത് എസെൻഷ്യൽ ഓയിലാണ്, അത് 0.50. പിന്നെ ട്യൂബ്രോസിൻ്റെ ഫ്രാഗ്രൻസ് ഓയിൽ 0.50. ഇത് രണ്ടും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്തു. ഇതെല്ലാം കൂടി നമ്മൾ ഇട്ടിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൗഡർ ഒന്ന് നമ്മൾ പൊടിച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാനായിട്ട് ഒരു കൈകൊണ്ട് എത്രയൊക്കെ ചെയ്താലും ശരിയാവില്ല. നമ്മളത് മിക്സിയുടെ ജാറിലിട്ട് തന്നെ ചെയ്തെടുക്കണം.